ഇവിടെ ഇവൻ ചെറിയ പ്രായത്തിൽ തന്നെ മില്യൺ കണക്കിന് കാശുണ്ടാക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവന് ടെലിപ്പോർട്ടിംഗ് പവർ ഉണ്ട്. ഇവൻ ആ പവർ യൂസ് ചെയ്ത് ബാങ്കിലെ വോൾട്ടിനകത്തേക്ക് വരുന്നു. എന്നിട്ട് അവൻ ആവശ്യമായ കാശും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ടെലിപ്പോർട്ടായി വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വളർന്നതിന് ശേഷം അവൻ ന്യൂയോർക്കിൽ വന്ന് ആഡംബരമായി ജീവിക്കുന്നു. ഇവന്റെ ഈ ടെലിപ്പോർട്ടിംഗ് പവർ യൂസ് ചെയ്ത് ഇവൻ എവിടേക്ക് വേണമെങ്കിലും പോകാൻ സാധിക്കും. പക്ഷെ ഇവന് തന്നെ ഒരാൾ നിരീക്ഷിക്കുന്ന കാര്യം അറിയില്ല. ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു. അയാൾ ഇവൻ ആദ്യമായി മോഷണം നടത്തിയ സമയത്തെ തെളിവുകൾ നോക്കുന്നു. അയാൾ ഇവനെ അറസ്റ്റ് ചെയ്യാനല്ല വന്നിരിക്കുന്നത്. പിന്നെ അയാൾ ആരാണെന്ന് നോക്കുമ്പോൾ അയാൾ ഇവനെ പോലെ ടെലിപ്പോർട്ടിംഗ് പവറുള്ള ആളുകളെ ഇല്ലാതാക്കുന്ന ഒരു സംഘടനയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവൻ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ആവാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാളുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രിക് ഡിവൈസ് കാരണം അവൻ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ആവാൻ സാധിക്കുന്നില്ല. എന്നാലും ആ ഡിവൈസിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ ശ്രമിക്കുന്നു. അവൻ അയാളുടെ അടുത്ത് നിന്ന് ടെലിപ്പോർട്ടായി വേറൊരു ഭാഗത്തേക്ക് വരുന്നു. പക്ഷെ അവന് രണ്ടാമത് അവൻ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആവാൻ സാധിക്കുന്നില്ല. എന്നാലും അവൻ വളരെയധികം പരിശ്രമിച്ച് ടെലിപ്പോർട്ട് ആവുന്നു. എന്നാൽ അവൻ സ്വന്തം വീട്ടിലേക്കാണ് എത്തിയത്. അവൻ വീട്ടിലെത്തിയെന്ന് മനസ്സിലാക്കിയ അച്ഛൻ ഉടനെ അവിടേക്ക് വന്ന് അവനെ അവിടെ നിന്ന് പോകരുതെന്ന് പറയുന്നു. പക്ഷെ അച്ഛൻ കാരണമാണ് തന്റെ ലൈഫ് ഇങ്ങനെയായതെന്ന് ചിന്തിച്ച അവൻ അച്ഛന് പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നു.